ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/4 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മസാല പൗഡറിൻ്റെ എല്ലാം റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ചാട്ട് മസാല ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവോളയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ സ്നാക്കിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പുഴുങ്ങിയ മുട്ട. അപ്പോൾ അതിനായിട്ട് ഒരു 6 മുട്ട നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നടുകെ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല ഷേപ്പിൽ നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഒരു മുട്ടയുടെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഈ രീതിയിൽ തന്നെ എല്ലാം ആദ്യം നമുക്ക് റെഡിയാക്കി വെക്കാം, പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതൊന്ന് മുക്കിയെടുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ കടലമാവ് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ സ്നാക്സിന്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി നോക്കി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ പിന്നെ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്തു. അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ആദ്യം തന്നെ ബാറ്റർ ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മളിപ്പോൾ ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഉണ്ടല്ലോ, അത് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ബാറ്ററിൽ മുക്കിയെടുക്കുക. ശേഷം സ്പൂൺ വെച്ചിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബാച്ചിൽ നമ്മൾ 3 എണ്ണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 എണ്ണം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി 2 എണ്ണം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.